നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്ററിന്റെ പേര് സ്ക്വയർ ഐഡന്റിറ്റീസ്. അപ്പൊ അതിലെ ഏറ്റവും ലാസ്റ്റ് സെക്ഷൻ നമുക്ക് പഠിക്കാനുള്ള ലാസ്റ്റ് സെക്ഷന്റെ പേരെന്തോ? ഡിഫറൻസസ് ഓഫ് സ്ക്വയേഴ്സ്. അർത്ഥം പറഞ്ഞാൽ സ്ക്വയറുകളുടെ ഡിഫറൻസ്, സ്ക്വയറുകളുടെ. അപ്പൊ ഞാൻ നിങ്ങളോട് കുറച്ച് നോട്ട് ടെക്സ്റ്റ് നോക്കി എഴുതിക്കൊണ്ട് വരാൻ പറഞ്ഞത് അല്ലേ? നോക്ക്, ടെക്സ്റ്റ് എടുത്ത് വെച്ചാലും മതി. നോക്കാം. നമുക്ക് ആദ്യം ഒരു സ്ക്വയർ തന്നിട്ടുണ്ട്. എന്ത് തന്നിട്ടുണ്ട്? ഒരു സ്ക്വയർ, ഒരു സമചതുരം തന്നിട്ടുണ്ട്. ഇതിന്റെ എല്ലാ വശത്തിന്റെയും നീളം എത്ര സെന്റിമീറ്റർ ആണ്? എത്ര സെന്റിമീറ്റർ ആണ്? 5. നമ്മൾ കണ്ട് ഇതിന്റെ ഈ മൂലയ്ക്ക് നിന്ന് ഒരു 2 സെന്റിമീറ്റർ സൈഡുള്ള വശമുള്ള ഒരു ചെറിയ സമചതുരം, ഒരു സ്ക്വയർ എന്ത് ചെയ്യുന്നു? കട്ട് ചെയ്തങ്ങ് മാറ്റുന്നു. അപ്പൊ തന്നെ ഇത് എത്ര ഉണ്ട് ബാക്കി? 3 സെന്റിമീറ്റർ. ഇതെത്ര ഉണ്ട് ബാക്കി? 3 സെന്റിമീറ്റർ. ഇതാണ് ഒന്നാമത്തെ ഫിഗർ. രണ്ടാമത്തെ ഫിഗറിനകത്ത് അവർ ചെയ്തേക്കുന്നത് ഈ കട്ട് ചെയ്ത സ്ക്വയർ എന്ത് ചെയ്തേക്കുന്നു? അങ്ങ് മാറ്റി കളഞ്ഞേക്കുന്നു. കട്ട് ചെയ്ത സ്ക്വയർ അങ്ങ് അഞ്ച് സെന്റിമീറ്റർ 5 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ. 2 ഫിഗർ മനസ്സിലായ എല്ലാവർക്കും? ഓക്കെ, ഇനി ബാക്കി വായിച്ചാട്ടെ. എ സ്മോൾ സ്ക്വയർ ഈസ് റിമൂവ്ഡ് ഫ്രം എ കോർണർ ഓഫ് എ ലാർജ് സ്ക്വയർ. ഈ വലിയ സ്ക്വയറിന്റെ, വലിയ സമചതുരത്തിന്റെ കോർണറിൽ നിന്ന്, മൂലയിൽ നിന്ന് ഒരു ചെറിയ സ്ക്വയർ, ഒരു ചെറിയ സമചതുരം മുറിച്ചു മാറ്റി. ബാക്കി ചോദ്യം, വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദി റിമൈനിങ് പാർട്ട്? ഇനി ഈ കാണുന്ന ഭാഗത്തിന്റെ എന്ത് കണ്ടുപിടിക്കണം? ഏരിയ, പരപ്പളവ് കണ്ടുപിടിക്കണം. നിങ്ങൾ ടെക്സ്റ്റ് നോക്കാതെന്ന് പറഞ്ഞ് എങ്ങനെ കണ്ടുപിടിക്കും ആ ഭാഗത്തിന്റെ ഏരിയ? ഹലോ മീര മാഡം, ഇവിടെ ഈ അവശേഷിക്കുന്ന ഭാഗത്തിന്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കും? ആദ്യം ഈ വലിയ സ്ക്വയറിന്റെ ഒരു സൈഡ് എത്ര? 5. അപ്പൊ അതിന്റെ ഏരിയയോ? 5ന്റെ സ്ക്വയർ എത്രയാണ്? 5ന്റെ സ്ക്വയർ മൈനസ് ഇതിനകത്തിൽ നിന്ന് മുറിച്ചു കളഞ്ഞിരിക്കുന്ന സ്ക്വയറിന്റെ, സമചതുരത്തിന്റെ ഒരു വശം, ഒരു സൈഡ് എത്ര? 2. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? 2ന്റെ സ്ക്വയർ കുറയ്ക്കണം. അപ്പൊ 5ന്റെ സ്ക്വയർ മൈനസ് 2ന്റെ സ്ക്വയർ. 5ന്റെ സ്ക്വയർ എത്ര? 25 മൈനസ് 2ന്റെ സ്ക്വയർ 4. 25ന് 4 കുറച്ചാൽ 21 സ്ക്വയർ സെന്റിമീറ്റർ, അഥവാ സെന്റിമീറ്റർ സ്ക്വയർ. അടുത്ത കാര്യം ഇവിടെ കിട്ടി എല്ലാവർക്കും? ഓക്കെ, ഇനി അടുത്ത വായിച്ചേ. വി ക്യാൻ കാൽക്കുലേറ്റ് ദിസ് ഇൻ അനദർ വേ. ഇതേ ഏരിയ തന്നെ നമുക്ക് മറ്റൊരു വിധത്തിൽ എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം. ദ റിമൈനിങ് പാർട്ട് ക്യാൻ ബി സ്പ്ലിറ്റ് ഇൻടു 2 റെക്ടാംഗിൾസ്. ശ്രദ്ധിക്കുക, ഈ അവശേഷിക്കുന്ന ഭാഗം ഉണ്ടല്ലോ, ഏതാ? ഈ രണ്ടാമത്തെ പടം. അതിനെ നമ്മൾ 2 റെക്ടാംഗിൾ ആയിട്ട് എന്ത് ചെയ്യുന്നു? സ്പ്ലിറ്റ് ചെയ്യുന്നു. ഒന്നുമല്ല, നിങ്ങൾ നോക്കിക്കേ, ഇങ്ങനൊരു വരയും കൂടെ വരയ്ക്കുമ്പോ ഇത് എത്ര റെക്ടാംഗിൾ ആയിട്ട് മാറും? 2 റെക്ടാംഗിൾ ആയിട്ട് മാറും. എത്രയായിട്ട് മാറും? 2 റെക്ടാംഗിൾ ആയിട്ട് മാറും. അപ്പൊ തന്നെ ഈ റിമൈനിങ് പാർട്ടിന്റെ ഏരിയ നമ്മൾ കണ്ടുപിടിക്കാമോ? നോക്കിക്കേ, ഇതിപ്പോ ഞാൻ ഒന്നാമത്തെ സ്ക്വയറും അല്ല റെക്ടാംഗിളും ഇതിപ്പോ രണ്ടാമത്തെ റെക്ടാംഗിളുമായിട്ട് എടുക്കുക എന്ന് വിചാരിക്കാം. എല്ലാരും ഇവിടെ ശ്രദ്ധിച്ചിരിക്കണമെങ്കിലേ വല്ല മനസ്സിലാവത്തുള്ളൂ. അപ്പൊ അതേണ്ട ഈ വലിയ റെക്ടാംഗിളിന്റെ ഏരിയ, പരപ്പളവ് എന്ത് വരും? 5 ഇൻറ്റു പറഞ്ഞോ, നേരിട്ട് പറഞ്ഞോ, 5 ഇൻറ്റു 3 പ്ലസ് അതിന്റെ മുകളിൽ ഒരു റെക്ടാംഗിൾ കിടക്കുന്നുണ്ടോ? അതിന്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കും? 2
ഇത് മൊത്തത്തിൽ 5 ഈ ഒരു സൈഡ്. അതിൽ ഇത്രയും ഭാഗം 3 ഉണ്ട്. അപ്പൊ ഈ മിച്ചമുള്ള ഭാഗവും 2. അപ്പൊ ഈ റെക്റ്റാങ്കിളിന്റെ ഈ ചതുരത്തിന്റെ ലെങ്തും ബ്രെഡ്ത്തും എത്രയൊക്കെയാ? 2ഉം 3ഉം. അപ്പൊ 3 ഇൻറ്റു 5 ഗുണം 3 5 ഗുണം 3 15 പ്ലസ് 2 ഗുണം 3 6. അപ്പൊ 15 അധികം 6 സമം 21 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പൊ നമുക്ക് നേരത്തെ കിട്ടിയ അതേ ഏരിയ തന്നെ കിട്ടിയില്ലേ? ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഇനി ബാക്കി വായിച്ചാട്ടെ. ദിസ് കമ്പ്യൂട്ടേഷൻ ക്യാൻ ഓൾസോ ബി ഡൺ ലൈക്ക് ദിസ്. ഇപ്പൊ നമ്മൾ ചെയ്ത ഈ കമ്പ്യൂട്ടേഷൻ ഉണ്ടല്ലോ, ഇതിനെ താഴെ പറയുന്ന വിധത്തിലും നമുക്ക് ചെയ്യാം. നോക്കിക്കേ. 5 ഇൻറ്റു 3 പ്ലസ് 2 ഇൻറ്റു 3 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിനെ നമുക്ക് 5 പ്ലസ് 2 ഇൻറ്റു 3 ഈക്വൽ 7 ഇൻറ്റു 3 ഈക്വൽ എന്തോ? ഈ മുകളിൽ ചെയ്തിരിക്കുന്ന കമ്പ്യൂട്ടേഷനെ തന്നെ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം. എന്ന് പറഞ്ഞ അർത്ഥം ഇത്രയേ ഉള്ളൂ. ഈ രണ്ടിടത്തും ആരുണ്ട് കോമൺ ആയിട്ട്, പൊതുവായിട്ട്? ആ 3 അങ്ങോട്ട് മാറ്റി നിർത്തി. അപ്പൊ പിന്നെ ഒന്നാമത്തെ ബ്രാക്കറ്റിൽ ആരുണ്ട് മിച്ചം? 5. അതാണ് 5. ഈ നടുക്കലത്തെ പ്ലസ് അതുപോലെ ഇട്ടു. രണ്ടാമത്തെ ബ്രാക്കറ്റിൽ ആരുണ്ട് മിച്ചം? 2. അതാണ് 5 പ്ലസ് 2 ഇൻറ്റു 3. 5 പ്ലസ് 2 എത്ര? 7. 7 ഇൻറ്റു 3 ഈക്വൽ 21 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഈ ആദ്യത്തെ പ്രാവശ്യം ചെയ്തതും രണ്ടാമത്തെ പ്രാവശ്യം ചെയ്തതും മൂന്നാമത്തെ പ്രാവശ്യം ചെയ്തതുമെല്ലാം ഈ റിമൈനിങ് പാർട്ടിന്റെ, ഈ അവശേഷിക്കുന്ന ഭാഗത്തിന്റെ എന്താണ്? ഏരിയ. ബാക്കി വായിച്ചാട്ടെ. ഹിയർ വി മൾട്ടിപ്ലൈഡ് 7 ആൻഡ് 3. ഇവിടെ നമ്മൾ ആരെയൊക്കെ മൾട്ടിപ്ലൈ ചെയ്തു? 7നെയും 3നെയും മൾട്ടിപ്ലൈ ചെയ്തു. ഇറ്റ് ഗീവ്സ് ദി ഏരിയ ഓഫ് എ റെക്ടാംഗിൾ ഓഫ് സൈഡ്സ് 7 ആൻഡ് 3. അപ്പൊ 7 ഇൻറ്റു 3 നമുക്ക് ഇങ്ങനെ വ്യാഖ്യാനിക്കാം. 7 ഇൻറ്റു 3 ഇങ്ങനെ വ്യാഖ്യാനിക്കാം. എങ്ങനെ? 7 സെന്റിമീറ്റർ ലെങ്തും 3 സെന്റിമീറ്റർ ബ്രെഡ്ത്തുമുള്ള ഒരു റെക്ടാംഗിളിന്റെ ഏരിയ അല്ലേ 21 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത്? ഒന്നുകൂടെ വായിച്ചേ. ഹിയർ വി മൾട്ടിപ്ലൈഡ് 7 ആൻഡ് 3. ഇറ്റ് ഗീവ്സ് ഏരിയ ഓഫ് എ റെക്ടാംഗിൾ ഓഫ് സൈഡ്സ് 7 ആൻഡ് 3. റൈറ്റ്. ശരിയല്ലേ? നിങ്ങളോട് ചോദിച്ചേക്കുക. സോ ക്യാൻ വി ചേഞ്ച് ദ റിമൈനിങ് പാർട്ട് എ റെക്ടാംഗിൾ ലൈക്ക് ദിസ്. നിങ്ങൾ നോക്കണേ. ഈ രണ്ട് പാർട്ടുകളെ നമ്മൾ വേറെ ഒരു റെക്ടാംഗിൾ ആക്കാൻ പോവാ. അതുകൊണ്ട് ഇതാണ് നമ്മുടെ 2 റെക്ടാംഗിള്. അത് രണ്ടും കൂടെ ചേർത്ത് നമ്മൾ എന്താക്കാൻ പോവാണ്? ഒരൊറ്റ റെക്ടാംഗിൾ ആക്കാൻ പോവാ. നോക്കിക്കോ. ഒരൊറ്റ റെക്ടാംഗിൾ ആക്കുകയാണ് കേട്ടോ. ഒറ്റ റെക്ടാംഗിൾ. ഈ റെക്ടാംഗിളിന് വേണ്ടി ഇവിടെ ഒരു 5 സെന്റിമീറ്റർ, ഇതൊരു 2 സെന്റിമീറ്റർ, ഇത് 3 സെന്റിമീറ്റർ, ഇതും 3 സെന്റിമീറ്റർ. ഇത് രണ്ടെണ്ണം എങ്ങനെ ചേർത്ത് നോക്കാൻ പറ്റുമോന്നോ ഇല്ലെന്ന്? ഈ 3 സെന്റിമീറ്റർ ഉണ്ടോ? ഇത് കണ്ടോ? ഈ 3 സെന്റിമീറ്റർ കൊണ്ടൊന്ന് ഈ സൈഡിലോട്ട് എന്ത് ചെയ്താൽ മതി? ചേർത്ത് വെച്ചാൽ രണ്ടും കൂടെ ചേർന്ന് ഒറ്റ റെക്ടാംഗിളായി. ഈ റെക്ടാംഗിളിന്റെ ലെങ്ത് ആണ്, നീളമാണ് 5ഉം 2ഉം കൂടെ ചേരുന്ന 7. ആ 7 ഈ കിടക്കുന്നത്. ആ റെക്ടാംഗിളിന്റെ ബ്രെഡ്ത്ത് ആണ്, ആ ചതുരത്തിന്റെ വീതിയാണ് 3. അപ്പൊ 7 ഇൻറ്റു 3 ഈക്വൽ ഇത് 2 ഇത് 2 കൂടെ ചേർത്ത് ഒറ്റ പാർട്ടാക്കിയത്. ക്ലിയർ ആയോ സംഗതി? ഇനി അപ്പുറത്തെ പേജ് എടുക്കൂ. വി ജസ്റ്റ് കട്ട് ഔട്ട് എ സ്മോൾ റെക്ടാംഗിൾ അറ്റ് ദ ടോപ്പ് ആൻഡ് ജോയിൻ ഇറ്റ് ഓൺ ദ റൈറ്റ് ഓഫ് ദി ലാർജ് റെക്ടാംഗിൾ. ഈ വലിയ റെക്ടാംഗിളിന്റെ സൈഡിലോട്ട് ഈ ചെറിയ റെക്ടാംഗിൾ കട്ട് ചെയ്ത് കൊണ്ടുവന്ന് എന്ത് ചെയ്താൽ മതി? ചേർത്ത് വെച്ചാൽ മതി. ഓൺ ദ റൈറ്റ് ഓഫ് ദി ലാർജ് റെക്ടാംഗിൾ. റൈറ്റിംഗ് ദിസ് ചേഞ്ച് ഇൻ ടേംസ് ഓഫ് നമ്പേഴ്സ് വി ഫൈൻഡ്. ബാക്കി വായിച്ചാട്ടെ. ബാക്കി വായിക്കണേ. 5 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇങ്ങോട്ട് നോക്കിക്കേ. നമ്മൾ ഇതൊന്നും ചെയ്യാതെ
റിമൈനിങ് പാർട്ടിന്റെ ഏരിയ കണ്ടുപിടിച്ചതാണ് 5² - 2². അങ്ങനെ റീസെറ്റ് ചെയ്ത് വന്നപ്പോ അത് എന്തിനോട് ഈക്വൽ ആണ്? 7 × 3 ഈക്വൽ. എന്തിനോട് ഈക്വൽ ആണ്? അതിനെ ശ്രദ്ധിച്ച് കേൾക്കണം. ഈ 7ഉം ഈ 5ഉം 2ഉം തമ്മിൽ വല്ല ബന്ധമുണ്ടോ? ആ 20. ആ 7ഉം ഈ 5ഉം 2ഉം തമ്മിൽ വല്ല ബന്ധമുണ്ടോ? ആ സിമ്പിൾ മാത്തമാറ്റിക്സാ. ഈ കിടക്കുന്ന 7ഉം ഇവിടെ ഉള്ള ഈ 5ഉം ഈ 2ഉം തമ്മിൽ എന്തേലും ബന്ധമുണ്ടോ? അത്രേ ഉള്ളൂ. അത് രണ്ടും കൂടെ കൂട്ടി ആരെ കിട്ടും? 7 കിട്ടും. അപ്പൊ 7 ഈക്വൽ 5 + 2. അപ്പൊ അടുത്ത നിങ്ങൾക്ക് വേഗം പറയാം. ഈ നമ്പർ കണ്ടോ 3. ഈ 3ഉം ഈ 5ഉം 2ഉം തമ്മിലുള്ള ബന്ധമുണ്ടോ? 5 - 2. ആരാണ് 5 - നോക്കിക്കാൻ എങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്? where 7 and 2 on the right side are got as 7 is equal to 5 + 2. 3 is equal to 5 - 2. അപ്പൊ നമുക്ക് എന്ത് എഴുതി വെക്കാം? 5² - 2² is equal to 5 + 2 into 5 + 2 into 5 + 2 into 5 - 2. ഇത്രയും കാര്യം പിടി കിട്ടിയോ എല്ലാവർക്കും? ഓൾ സ്റ്റാൻഡപ്പ്. അത്രയും വായിച്ചു നോക്ക. മനസ്സിലാകുകയാണെങ്കിൽ ഒന്നാമത്തെ സ്ക്വയറിന്റെ നമ്മൾ ആദ്യം പരിഗണിക്കുന്ന സ്ക്വയറിന്റെ ഒരു സൈഡ് എക്സ് ആയിട്ട് എടുക്കുന്നു. ഒരു സൈഡ് എന്തായിട്ട് എടുക്കുന്നു? അപ്പൊ എല്ലാ സൈഡും എക്സ് തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഇതിന്റെ ഏരിയ എന്തോ വരും? ഈ സ്ക്വയറിന്റെ ഏരിയ ഇതിലോട്ട് പറ x². ഇനി എന്തോ ചെയ്യണം? അത് ആ മുമ്പേ നമ്പർ വെച്ച് ചെയ്തതിന് പകരം നമ്മൾ വേരിയബിൾ വെച്ച് ചെയ്യുന്നേ ഉള്ളൂ. ഐഡിയ അല്ല അത് തന്നെ. ഇനി എന്ത് ചെയ്യണം? അതിന്റെ ഒരു മൂലയ്ക്ക് നിന്ന് ഒരു ചെറിയ സ്ക്വയർ എന്ത് ചെയ്യണം? മുറിക്കണം. അതിന്റെ മൂലയ്ക്ക് നിന്ന് എന്ത് ചെയ്യണം? ഒരു ചെറിയ സ്ക്വയർ മുറിക്കണം. അപ്പൊ വേണ്ടേ, ഇതാണ് ആ ഫിഗർ. അപ്പൊ ഇതിന്റെ മൂലയ്ക്ക് നിന്ന് ഇത് എക്സ് ആയിരുന്നു. ഇത് എക്സ് ആണ്. അപ്പൊ ഇവിടുന്ന് ഒരു സ്ക്വയർ മുറിച്ച് കളയുന്നു. ഇതിന്റെ ഒരു സൈഡ് ഒരു വശം നമ്മൾ എന്തായിട്ട് എടുക്കുന്നു? y. അപ്പൊ ഇതിന്റെ ഏരിയ y². അപ്പൊ ശ്രദ്ധിച്ചു പറയണം. അപ്പൊ തന്നെ ഇത് എന്തായിരിക്കും? x മൈനസ്. അപ്പൊ ഇതോ x മൈനസ്. രണ്ടാമത്തെ ഫിഗർ എല്ലാവർക്കും മനസ്സിലായോ? നിങ്ങളുടെ പുസ്തകത്തിലെ രണ്ടാമത്തെ ഫിഗർ എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ. ഇനി നമ്മൾ വേണ്ടേ ആ y സൈഡായിട്ടുള്ള ആരെ അങ്ങ് എടുത്തു കളയുന്നു? y സൈഡായിട്ടുള്ള ആരെ എടുത്തു കളയുന്നു? y². അതായത് ആ സ്ക്വയറിനെ എടുത്തു കളയുന്നു. അപ്പൊ ഉള്ള ഫിഗർ ഇങ്ങോട്ട് വരയ്ക്കാം. അപ്പോ ഇത് എക്സ് ആണോ? ഇത് എക്സ്, ഇത് x മൈനസ് വൈ, ഇത് x മൈനസ് വൈ. സിമ്പിൾ ലോജിക്ക്. ഈ ഭാഗത്തിന്റെ ഏരിയ പറഞ്ഞു. അങ്ങനെ പറയൂ. ഈ വലിയ സ്ക്വയറിന്റെ ഏരിയ എന്തായിരുന്നു? x². ഈ മുറിച്ചു കളഞ്ഞ ആളിന്റെ ഏരിയ, അപ്പൊ ആ അവശേഷിക്കുന്ന ആളിന്റെ ഏരിയ x² മൈനസ്. മൂന്നാമത്തെ ഫിഗർ ഇവിടെ കിട്ടി എല്ലാവർക്കും? ഓക്കെ, ശരി. ഇനി അടുത്തത്, ലെറ്റ് us cut out a small rectangle from the top of the remaining part and join it on the right as we did earlier. നമ്മൾ മുമ്പേ ചെയ്ത പരിപാടി എന്തുവായിരുന്നു? ഇവിടെ വെച്ച് ഇതിനെ എത്ര റെക്ടാങ്കിൾ ആക്കി മുറിക്കുന്നു? നമ്മൾ 2 റെക്ടാങ്കിൾ ആക്കി മുറിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? രണ്ടുകൂടെ ചേർത്ത് ഒരുമിച്ചാക്കി വെക്കുന്നു. രണ്ടായിട്ട് മുറിച്ച പടമാണ് ഈ കൊടുത്തേക്കുന്നത്. അതിന് ഞാൻ വരയ്ക്കണോ? രണ്ടായിട്ട് മുറിച്ചു വെച്ചേക്കുന്നത് നോക്ക. രണ്ടായിട്ട് മുറിച്ചിരിക്കുന്നതിനകത്തിലെ ആദ്യം താഴത്തെ റെക്ടാങ്കിളിന്റെ കാര്യങ്ങൾ പറഞ്ഞാട്ടെ. അതിന്റെ ലെങ്ത് എന്താണ്? എക്സ്. അതിന്റെ ബ്രെഡ്ത്ത് എന്താണ്? എക്സ് മൈനസ് വൈയും എക്സ് മൈനസ് വൈയും. ഇതിന്റെ മുകളിലല്ലേ ആ ചെറിയ റെക്ടാങ്കിൾ ഇരിക്കുന്നേ? ആണോ? ആ ചെറിയ റെക്ടാങ്കിളിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞാട്ടെ.
ആ ഇത് y, ഇത് y, ആ ഇത് x മൈനസ് y. ഇനി ഇത് കൊണ്ടുവന്ന് ഇങ്ങോട്ട് ചേർത്ത് വെക്കണം. അപ്പൊ ആരെയും ചേർത്ത് വെക്കേണ്ടത്? ഈ x മൈനസ് y ആണ് കൊണ്ടുവന്ന് ഇവിടോട്ട് എന്ത് ചെയ്യേണ്ടത്? ചേർത്ത് വെക്കേണ്ടത്. അപ്പൊ രണ്ടും കൂടെ ചേർത്തുള്ള ഒറ്റ ഫിഗർ നോക്കിക്കോളൂ. നോക്കാം. അപ്പൊ ഇത് എക്സ് പ്ലസ് വൈ ആയി, ഇത് എക്സ് മൈനസ് വൈ ആയി, ഇത് എക്സ് മൈനസ് വൈ ആയി. അപ്പൊ ഇതിന്റെ ഏരിയ എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതി വെക്കാം. അപ്പുറത്തെ പേജിൽ കിടപ്പുണ്ട്. എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ ഫോർ ഓൾ നമ്പേഴ്സ് എക്സ് ആൻഡ് വൈ. ഇനി ശ്രദ്ധിക്കാം, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതിന്റെ വിശദീകരണമാണ്. നമുക്ക് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് ഇതാണ്. ഏതാ? എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ. എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ. നമ്മൾ തുടങ്ങിയ ഹെഡിങ് കിടക്കുന്നുണ്ടോ? ഒന്ന് വായിച്ചാട്ടെ. ഡിഫറൻസസ് ഓഫ്, നോക്കിക്കേ, എക്സിന്റെ സ്ക്വയർ വൈയുടെ സ്ക്വയർ, നടുക്ക് മൈനസ്. ആ മൈനസിനെ അല്ലേ നമ്മൾ ഡിഫറൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോ ഡിഫറൻസസ് ഓഫ് സ്ക്വയേഴ്സ് ഈക്വൽ എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ. ഇതിന് താഴെ ഒരു സെന്റൻസ് എഴുതിയിട്ടുണ്ട്. ഹൗ ഡു വി സേ ഇറ്റ് ഇൻ ഓർഡിനറി ലാംഗ്വേജ്? വായിച്ചാട്ടെ. The difference of the squares of two numbers is the product of the sum and the difference of the numbers. രണ്ട് നമ്പറുകളുടെ സ്ക്വയറുകളുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് ആ രണ്ട് നമ്പറുകളുടെ സമ്മിന്റെയും അവരുടെ ഡിഫറൻസിന്റെയും പ്രോഡക്റ്റിനോട് ഈക്വൽ ആണ്. ഒന്നുകൂടെ, രണ്ട് നമ്പറുകളുടെ സ്ക്വയേഴ്സിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ആ രണ്ട് നമ്പറുകളുടെയും സമ്മിന്റെയും അവരുടെ ഡിഫറൻസിന്റെയും പ്രോഡക്റ്റിനോട് ഈക്വൽ ആണ്. ഒന്നുകൂടെ വായിച്ചാട്ടെ. ദ ഡിഫറൻസ് ഓഫ് ദി സ്ക്വയേഴ്സ് ഓഫ് ടു നമ്പേഴ്സ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ദ സം ആൻഡ് ദ ഡിഫറൻസ് ഓഫ് ദി numbers. All stand up. The result എന്തുവാ? എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ. അതായത് രണ്ട് നമ്പറുകളുടെ സ്ക്വയേഴ്സിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ആ രണ്ട് നമ്പറുകളുടെയും സമ്മിന്റെയും ആ രണ്ട് നമ്പറുകളുടെ ഡിഫറൻസിന്റെയും പ്രോഡക്റ്റിനോട് ഈക്വൽ ആണ്. ഇത്രയും നോട്ട് ബുക്കിൽ എല്ലാവരും എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ഇനി നോട്ട് ബുക്ക് എടുത്താട്ടെ. ഇനി നോട്ട് ബുക്ക് എടുക്കാം എല്ലാരും. നോട്ട് ബുക്ക് എടുത്തോ? നോട്ട് ബുക്ക് എടുത്തോ? എഴുതുക. എക്സാമ്പിൾ. അതിന് ബാക്കിയാട്ടെ. എക്സാമ്പിൾ. എക്സാമ്പിൾ 168 സ്ക്വയർ മൈനസ് കുഴപ്പമില്ല 68 സ്ക്വയർ മൈനസ് 162 സ്ക്വയർ. 168 സ്ക്വയർ മൈനസ് 162 സ്ക്വയർ. നീ ആൻസർ എന്നെഴുതും. നീ ആൻസർ എന്നെഴുതും. എന്നിട്ട് ഈ ചോദ്യം ഒന്നും എടുത്തെഴുതിക്കേ. ആൻസർ എന്ന് എഴുതിയിട്ട് ഈ ചോദ്യം ഒന്നുകൂടി എടുത്തെഴുതുക. ഇനി പേൻ അടച്ച് ബുക്കിലോട്ട് പോയി. അല്ല പറഞ്ഞുതരാം. പേൻ അടച്ച് ബുക്കിലോട്ട് പോയി. ബുക്ക് അടച്ചു പോയി. ബോർഡിലേക്ക് നോക്കിയിരിക്കുക. വേണ്ടേ? സാധാരണഗതിയിലാണെങ്കിൽ ഇത് ചെയ്യാൻ ഇച്ചിരി പാടാ. നമ്മൾ മാനുവലി ചെയ്യുവാണ്, നമ്മളായിട്ട് ചെയ്യുവാണെങ്കിൽ ആദ്യം 168നെ 168 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിന്റെ സ്ക്വയർ കണ്ടുപിടിക്കണം. 162വിനെ 162 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ സ്ക്വയർ എടുക്കണം. പിന്നെ ഇവര് തമ്മിലുള്ള എന്തെടുക്കണം?
ഡിഫറൻസ് എടുക്കണം. അങ്ങനല്ലേ ചെയ്യുന്നത് അല്ലയോ? എന്നാൽ ഇപ്പൊ നമുക്ക് അതിന്റെ ആവശ്യമില്ല. കാരണം ഇതിപ്പോൾ എന്ത് രൂപത്തിലാണ് കിടക്കുന്നത്? എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ രൂപത്തിലാണ് കിടക്കുന്നത്. അപ്പൊ എന്ത് ഉത്തരം വരുന്നത്? എന്ത് ഉത്തരം വരുന്നത്? ഇപ്പൊ അങ്ങോട്ട് പഠിച്ചതേ ഉള്ളൂ. എന്ത് ഉത്തരം വരുന്നത്? എക്സ് പ്ലസ് വൈ. അത് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യണം. പറഞ്ഞാട്ടെ 168 പ്ലസ് 162 ഇൻറ്റു 168 മൈനസ് 162. ഇതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇനി ഇത് ആഡ് ചെയ്യുവാണ്. 168ഉം 162ഉം കൂടെ ആഡ് ചെയ്യുന്നു. പറഞ്ഞാട്ടെ 8 രണ്ടും കൂടെ കൂട്ടിയാൽ 10ന് 0 ശിഷ്ടം 1. 6 6 12 1 13ന് 3 ശിഷ്ട 1 1 1 2 1 എത്ര വരും? 330 330 ഇൻറ്റു 168ൽ നിന്ന് 162 കുറച്ചാൽ 6. ഇനി 330നെ എത്ര കൊണ്ട് ഗുണിക്കണം? 6 കൊണ്ട്. അതിന് എളുപ്പമാർഗമുണ്ട്. 33നെ 6 കൊണ്ട് ഗുണിക്കാം. 3 ഗുണം 6 3 ഗുണം 6 18 ശിഷ്ടം 1 3 6 18 1 19 198. അതിന്റെ കൂടെ എന്തോടെ ചേർക്കണം? ഇതല്ലേ എളുപ്പം? ഇതല്ലേ എളുപ്പം? ബുക്കിലോട്ട് എഴുതിക്കോളൂ. ഹലോ, 5 ആൻഡ് 1/2 സ്ക്വയർ മൈനസ് 4 ആൻഡ് 1/2 സ്ക്വയർ. ഓക്കെ, ആൻസർ എന്ന് എഴുതിയിട്ട് ഈ ചോദ്യം ഒന്നുകൂടെ എഴുതിക്കേ. ആൻസർ എന്ന് എഴുതിയിട്ട് ഈ ചോദ്യം ഒന്നുകൂടി എഴുതുക. എഴുതിയല്ലോ? ഇനി പേന അടച്ച് ബുക്കിലോട്ട് വെക്കുക. ബുക്ക് അടച്ചു വെക്കുക. ബോർഡിലേക്ക് നോക്കിയിരിക്കാം. അപ്പൊ സാധാരണഗതിയിലാണെങ്കിൽ മീരെ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം 5 ആൻഡ് 1/2 സ്ക്വയർ കണ്ടുപിടിക്കണം. പിന്നെ 4 ആൻഡ് 1/2 സ്ക്വയർ കണ്ടുപിടിക്കണം. പിന്നെ എന്നിട്ട് ഇത് രണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്യണം. ഇപ്പൊ നമുക്ക് അതിന്റെ ആവശ്യമില്ല. കാരണം എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ എന്ന ഐഡിയ വെച്ചിട്ട് നമുക്ക് ഇതിന്റെ ഉത്തരം വേഗം കണ്ടുപിടിക്കാം. അപ്പൊ അതുകൊണ്ട് ഇത് എക്സ് ആയിട്ട് എടുക്കുക, ഇത് വൈ ആയിട്ട് എടുക്കാം. പറഞ്ഞാട്ടെ ആദ്യം ഇത് രണ്ടും കൂടെ കൂട്ടണം. ഏത് രണ്ടും കൂടെ? 5 ആൻഡ് 1/2 പ്ലസ് 4 ആൻഡ് 1/2 ആഡ് ചെയ്യണം. ഇത് ഒന്ന് വാതുറന്ന് പറഞ്ഞുള്ളവരെ ബാക്കി ഇൻറ്റു 5 ആൻഡ് 1/2 മൈനസ് 4 ആൻഡ് 1/2. ഇതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഈ ഫ്രാക്ഷൻ കണ്ടിട്ട് ഞെട്ടണ്ട. 5ഉം 4ഉം കൂടെ കൂട്ടിയാൽ 9. അരയും കൂടെ കൂട്ടിയാൽ 1. അപ്പൊ 9 1. അപ്പൊ ഇതിന് പകരം 10 എന്ന് എഴുതാം. ഇൻറ്റു 5.5ൽ നിന്ന് 4.5 കുറച്ചാലോ? 5 രൂപ 50 പൈസ നിങ്ങളുടെ കയ്യിലുണ്ട്. അതിനകത്ത് നിങ്ങൾ 4 രൂപ 50 പൈസ ഒരു കാര്യത്തിന് ചെലവാക്കി. ബാക്കി എത്ര ഉണ്ട്? 1 അല്ലേ? ബാക്കി ഒന്നല്ലേ? സംശയമുണ്ട്. 5.5ൽ നിന്ന് 4.5 കുറയ്ക്കുന്നു. പൈസ കണക്കിലാണെങ്കിൽ 5 രൂപ 50 പൈസയിൽ നിന്ന് 4 രൂപ 50 പൈസ കുറയ്ക്കുന്നു. 0ൽ നിന്ന് 0 കുറച്ചാൽ 0, 5ൽ നിന്ന് 5 കുറച്ചാൽ 0, 5ൽ നിന്ന് 4 കുറച്ചാൽ 1. അപ്പൊ എത്ര? 1. അപ്പൊ 10 × 1 ഈക്വൽ 10. ബുദ്ധിമുട്ടെന്തെങ്കിലും ഉണ്ടോ? ഇല്ല. എഴുതിയാട്ടെ. എല്ലാരും ബോർഡിലേക്ക് നോക്കാം. അപ്പൊ ഇപ്പൊ നമ്മള് ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞ ഇക്വേഷൻ എന്തുവായിരുന്നു? യഥാർത്ഥത്തിൽ ഇക്വേഷൻ എന്നല്ല പറയുന്നത്. ഈ പാഠത്തിൽ പഠിക്കുന്ന ആ ബോക്സിൽ വരച്ചിട്ടുള്ള ആളുകളുണ്ടല്ലോ, അവരെ വിളിക്കുന്ന പേരാണ് ഐഡന്റിറ്റി. എന്താ പറയും? അപ്പൊ ഇതെല്ലാം ഐഡന്റിറ്റീസാ. പഴയ പുസ്തകത്തിലൊക്കെ അങ്ങനെയാണ്. നമ്മുടെ പാഠത്തിന്റെ പേരെന്തോ? സ്ക്വയർ ഐഡന്റിറ്റീസ്. അപ്പൊ ഇതിന്റെ പേരെന്താണ്? ഐഡന്റിറ്റീസ്. അപ്പോ നമ്മൾ പഠിച്ചു വെച്ചത് ഇങ്ങനെയാണ്.
എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഈക്വൽ എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് പ്ലസ് വൈ ഇൻറ്റു ഞാൻ തൽക്കാലം ഇതിനകത്തിലെ വൈക്ക് പകരം 1 എന്ന് വിളിക്കും. അല്ലെ വൈക്ക് പകരം എത്ര എന്ന് കൊടുക്കുന്നു? 1. അപ്പൊ ഒന്ന് കൊടുത്തു പറഞ്ഞ എല്ലാരും. എക്സ് സ്ക്വയർ മൈനസ് 1 സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് മൈനസ് 1 അല്ലേ? അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 അല്ലേ? 1 ഈക്വൽ എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 1 ഇൻറ്റു ഇവിടം വരെ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇവിടം വരെ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല. അപ്പൊ ഞാൻ ഇതിനെ ഒന്ന് തിരിച്ചെഴുതുവാണ്. എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് മൈനസ് 1 ഈക്വൽ എക്സ് സ്ക്വയർ മൈനസ് 1 എന്ന് തിരിച്ചെഴുതിയാൽ എന്തേലും കുഴപ്പമുണ്ടോ? ഉണ്ടെങ്കിലുണ്ട്, ഇല്ലെങ്കിലില്ല. ഞാൻ ഇതിനകത്തിലോട്ട് എക്സിന് പകരം 2, 3, 4 എക്സെട്ര എന്നീ വിലകൾ എന്ത് ചെയ്യാൻ പോവാ? കൊടുക്കാൻ പോവാ. ആർക്ക് പകരം? എക്സിന് പകരം. അപ്പൊ നിങ്ങൾ ആദ്യം എക്സിന് പകരം 2 കൊടുക്കുവാണെങ്കിൽ എന്ത് വരും എന്ന് പറഞ്ഞാട്ട് ഇത് 2 + 1 ഇൻറ്റു 2 - 1 ഈക്വൽ 2 സ്ക്വയർ മൈനസ് 2 + 1 എത്ര? ഇൻറ്റു 2 - 1 ഈക്വൽ 2 സ്ക്വയർ 4. അത് വേണ്ട, 4 എന്നുള്ളത് നമ്മൾ എഴുതുന്നില്ല. പകരം 2 സ്ക്വയർ മൈനസ് 1 എന്ന് എഴുതും. ശരിയാണ്, നോക്കിക്കേ. 2ന്റെ സ്ക്വയർ 4, 4ൽ നിന്ന് 1 കുറച്ചാൽ 3. അതല്ലേ 3 × 1 ചെയ്താ കിട്ടുന്നത്. ഇനി എക്സിന് നമ്മൾ 3 എന്ന് കൊടുക്കുന്നു. എത്ര കൊടുക്കുന്നു? അപ്പൊ എന്ന് പറഞ്ഞാട്ടെ നിങ്ങൾ, ഞാൻ ഇവിടെ കൊടുക്കുന്നത് ഇതിനകത്തിലാണ് കൊടുക്കുന്നത്. പറഞ്ഞാട്ടെ 3 + 1 ഇൻറ്റു 3 - 1 ഈക്വൽ 3 സ്ക്വയർ മൈനസ് 1. 3 + 1 എത്ര? 4 ഇൻറ്റു 3 - 1 ഈക്വൽ 3 സ്ക്വയർ വേണ്ട, 3 സ്ക്വയർ മൈനസ് 1 എന്ന് ഇടും. 3 സ്ക്വയർ എത്ര? 9. 9 - 1 8. 8 അല്ലേ 4 × 2 ചെയ്താൽ കിട്ടുന്നത്. ഒരെണ്ണം കൂടെ എഴുതി നമുക്ക് നിർത്താം. നമ്മൾ എക്സിന് പകരം അടുത്ത് എത്ര കൊടുക്കുന്നേ? എക്സിന് 5, 4. പറഞ്ഞാട്ടെ 4 + 1 ഇൻറ്റു 4 - 1 ഈക്വൽ 4 സ്ക്വയർ മൈനസ് 1. 4 + 1 5 ഇൻറ്റു 4 - 1 3 ഈക്വൽ 4 സ്ക്വയർ മൈനസ് 1. ശരിയാണോ? 4 സ്ക്വയർ എത്ര? 16. 16ൽ നിന്ന് 1 കുറച്ചാൽ അതല്ലേ 5 × 3 ചെയ്യുമ്പോഴും കിട്ടുന്നത്. ഓക്കെ, ശരി. അപ്പോ ഇത് നമുക്ക് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാം, തുടർന്ന് എഴുതി പോവാം. ഹൗ ഡു വി സേ ദിസ് ഇൻ ഓർഡിനറി ലാംഗ്വേജ്? ഇത് സാധാരണ ഭാഷയിൽ എങ്ങനെ പറയും? ഏതാ? 3 × 1 ഈക്വൽ 2 സ്ക്വയർ മൈനസ് 1. 4 × 2 ഈക്വൽ 3 സ്ക്വയർ മൈനസ് 1. 5 × 3 ഈക്വൽ 4 സ്ക്വയർ മൈനസ് 1. എഴുതിയിരിക്കുന്നത് ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ചില പ്രത്യേകതകൾ കാണാൻ പറ്റുന്നു. എന്തൊക്കെ പ്രത്യേകതയാണ്? 3 × 1 ഈക്വൽ 2 സ്ക്വയർ മൈനസ് 1. 3, 1, 2 തമ്മിൽ വല്ല ബന്ധമുണ്ട്? അത് 3ന്റെയും 1ന്റെയും ഇടയ്ക്ക് വരുന്ന നമ്പരാണ് 2. ആ 2ന്റെ സ്ക്വയറിൽ നിന്ന് 1 കുറച്ചു. 4 × 2. ഈ 4നും 2നും ഇടയ്ക്ക് വരുന്ന നമ്പരല്ലേ 3. ആ 3ന്റെ സ്ക്വയറിൽ നിന്ന് 1 കുറച്ചു. അടുത്തത് 5 × 3. 5നും 3നും ഇടയ്ക്ക് വരുന്ന നമ്പരല്ലേ 4. അപ്പൊ ആ 4ന്റെ സ്ക്വയറിൽ നിന്ന് എത്ര കുറച്ചു? 1 കുറച്ചു. ഇനി എല്ലാവരും പുസ്തകം നിർത്തേ. പുസ്തകത്തിലെ 58ാമത്തെ പേജ് കണ്ടോ? വായിച്ചാട്ടെ. 4 3
കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ്. 4 3 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ്. 58ാമത്തെ പേജ്. കണ്ടില്ലയോ? 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 ബാക്കി വായിച്ചേ. ദ പ്രോഡക്റ്റ് ഓഫ് ദി ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഈസ് 1 ലെസ് ദാൻ ദ സ്ക്വയർ ഓഫ് ദി മിഡിൽ നമ്പർ. അടുത്തടുത്തുള്ള 3 നാച്ചുറൽ നമ്പറുകൾ നിങ്ങൾ എടുക്കുന്നു. അങ്ങനെ അടുത്തടുത്തുള്ള 3 നാച്ചുറൽ നമ്പറുകളായിരുന്നു 1 2 3. ഇതിൽ രണ്ടറ്റത്തുള്ളവരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതാണല്ലോ അനീറ്റെ 1 into 3 എന്ന് പറയുന്നത്. ഈ ഉത്തരം എന്തിനോട് ഈക്വൽ ആണ്? ഈ മിഡിൽ നമ്പറിന്റെ സ്ക്വയറിൽ നിന്ന് 1 കുറയ്ക്കുന്നതിന് തുല്യമാണ്. ഇനി അടുത്ത 3 നമ്പറുകളാണ് 2 3 4. 2ഉം 4 ഗുണിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം എന്തിനോട് ഈക്വൽ ആണ്? മിഡിൽ നമ്പറായ 3ന്റെ സ്ക്വയറിൽ നിന്ന് 1 കുറയ്ക്കുന്നതിന് തുല്യമാണ്. അടുത്തത് 3 4 5. രണ്ടറ്റത്തുള്ള 3ഉം 5 ഗുണിച്ചാൽ കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് നടുക്കുള്ള നമ്പരായ 4ന്റെ സ്ക്വയറിൽ നിന്ന് 1 കുറയ്ക്കുന്നതിന് തുല്യമാണ്. അത് നമ്മളൊരു നോട്ടായിട്ട് ബുക്കിലോട്ട് എഴുതുകയും ചെയ്യണം. ഇത്രയും കാര്യം പിടികിട്ടി എല്ലാവർക്കും? ഈ ബോർഡിൽ കിടക്കുന്നത് പോലെ ബുക്കിലോട്ട് എഴുതുക. നോക്കിക്കോളൂ. നിങ്ങൾ അടുത്തടുത്തുള്ള ഒരു 3 നാച്ചുറൽ നമ്പർ എടുക്കാം. ഇഷ്ടമുള്ള ഒരു 3 നാച്ചുറൽ നമ്പർ പറഞ്ഞാൽ അടുത്തടുത്ത് വരുന്നത് 5 6 7. ഓക്കെ, 5 6 7. നമ്മൾ ഇതിലെ രണ്ടറ്റത്തുള്ള 2 നമ്പരൂടെ ആഡ് ചെയ്യുന്നു. 5 + 7. 5 + 7. 5 7 കൂട്ടാൻ അറിയത്തില്ലയോ? 5ഉം 7ഉം കൂടെ കൂട്ടിയാൽ ഈ 12 എന്ന് പറയുന്നത് മിഡിൽ നമ്പറായ 6ന്റെ ഡബിൾ അല്ലേ? മിഡിൽ നമ്പറായ 6ന്റെ ഡബിൾ അല്ലേ? അപ്പൊ അടുത്തടുത്തുള്ള 3 നമ്പറുകളിൽ രണ്ടറ്റത്തുള്ള 2 നമ്പറുകളുടെ സമ്മെന്ന് പറയുന്നത് അതിന്റെ മിഡിൽ നമ്പറിന്റെ നടുക്കുള്ള നമ്പറിന്റെ ഡബിൾ ആയിരിക്കും. നടുക്കുള്ള നമ്പറിന്റെ അപ്പൊ എഴുതിയാട്ടെ. എക്സാമ്പിൾ എന്ന് പറഞ്ഞോണ്ട് എഴുതിയിട്ടെ.